ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇവിടുത്തെ ജർമ്മനിയിലെ ഒരു സ്ഥലത്തെ ലോഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് ഓസ്ട്രിയയിലേക്കാണ്. നമുക്കിവിടെ റെഡായിരുന്നു. അവൻ പെട്ടെന്ന് കയറി വരാൻ വേണ്ടി കയറി വന്നതാ. എങ്കിലും കുഴപ്പമില്ല, അവിടെ വണ്ടി ഇടാൻ പറ്റില്ല, കാരണം റെയിൽവേ ബ്ലോക്ക് ആയതുകൊണ്ട്. ഞാൻ ഗ്രീൻ കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. പുള്ളിയപ്പോൾ അവിടെ ഒതുക്കിയിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് കയറാൻ നിന്നില്ല, കാരണം അവിടുന്ന് വല്ല വണ്ടികളെങ്ങാനും ആ സമയത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയാണ്. ഇതിൻ്റെ മൂല എന്തെങ്കിലും പോയി കിടക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. വണ്ടിയായിട്ട് എനിക്ക് എന്തായാലും അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളവിടുത്തെ ലോഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അൺലോഡിങ് വന്നിട്ട് ഓസ്ട്രിയയിലാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഓസ്ട്രേലിയ ബോർഡറിൽ കിടക്കാമെന്ന്. നെറ്റിൽ നോക്കിയപ്പോൾ ഫ്രീ ആണെങ്കിലും നമുക്ക് അങ്ങോട്ട് കയറാമെന്നാണ് എഴുതിയേക്കണേ. ഫ്രീ ആണെങ്കിൽ ഒരു സ്ഥലത്തും റെസ്ട്രിക്ഷൻസ് കാണാനില്ല. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നാളെ നമുക്ക് ലോഡ് ഇറക്കാനും പറ്റുള്ളൂ. അങ്ങനെയാണ്. പെട്ടെന്ന് കൂടി ഉണ്ട്. En 1 kilómetro, gira a la izquierda en Endostreichstraße, después gira a la derecha. നമ്മളപ്പോൾ വന്ന റൂട്ടിൽ കൂടെ അല്ല പോകുന്നത്. എന്തായാലും ഇതിൽ പറഞ്ഞ റൂട്ടിൽ കൂടെ ഒന്ന് പോയി നോക്കാം. സംഭവം റൂട്ട് വ്യത്യാസമുണ്ടെന്ന് കാണിക്കുന്നത്. എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് ഇടത്തോട്ടാണ് ഈ പറയണത്. Gira a la izquierda en Endostreichstraße, después gira a la derecha. ഈ സ്ഥലത്തിന്റെ പേരാണ് ULM. En la señal de stop, gira a la derecha, después gira a la izquierda por la primera calle. Dentro de 400 metros, gira a la derecha hacia Kapellenstraße B311. നമ്മൾ ഏകദേശം ഒരു മെയിൻ റോഡിൽ കയറിയതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. വെറുതെ വണ്ടികളെ കൊണ്ടിട്ടുള്ള ഡച്ചിൻ്റെ വണ്ടിയാണ്. Gira a la derecha hacia Kapellenstraße B311. Luego gira a la izquierda hacia Mengenerstraße. Gira a la izquierda en Mengenerstraße. വീണ്ടും
Gira a la izquierda hacia Metzenerstrasse. Indicaciones para Oberlingen, Fullendorf. Dentro de 600 metros, gira a la izquierda hacia Sperkingerstrasse. ഇവിടെ നിന്നും ഇനി വീണ്ടും ഇടത്തോട്ടാണുള്ളത് ഇവൻ പറയുന്നത്. ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. Gira a la izquierda en Pollendorfer-Strasse. ഈ റൂട്ടൊന്നുമല്ല. ഇതിലെ വണ്ടികൾ കയറാൻ പാടില്ല. ഇതൊക്കെ കയറാൻ പാടില്ല. Sigue por Pollendorfer-Strasse. Continúa 7 kilómetros. ഇത് തന്നെയാവുന്നു എന്ന് കരുതുന്നു. കൂട്ടുകാരെ, നമുക്കപ്പോൾ ഇതിലെ പോയിട്ട് ഇതിൽ കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലെ തന്നെ വിടാം. അല്ലെങ്കിൽ കുറച്ച് നമുക്ക് തിരിച്ചു വരാം. ഇതൊരു ജാതി ഒന്നൊന്നര വഴിയാണോ എന്നൊരു സംശയം. സുഖമില്ലാത്ത പോലെ വഴി. ഇത് വന്നിട്ട് L195 ഓസ്ട്രിയക്ക് നമ്മളിപ്പോൾ ഇറക്കിയ സ്ഥലത്തുനിന്ന് ഉള്ള ലോഡാണ്, അല്ല ഉള്ള വഴിയാണ്. 101 കിലോമീറ്ററാണ് ഇതിലെ കാണിക്കുന്നത് അവിടേക്ക് എത്താനായിട്ട്. നമുക്കപ്പോൾ ഒരു 90 കിലോമീറ്റർ ആകുമ്പോഴേക്കും വണ്ടി നിർത്താനുള്ള പരിപാടി നോക്കിയിട്ട് അവിടെ കിടന്നിട്ട് നാളെ കാലത്ത് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. വലിയ തിരക്കില്ലാത്ത റൂട്ടാണോ എന്ന് സംശയമുണ്ട്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് ഏകദേശം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് നമ്മളെ ഇതിൽ ആൾക്കാരുണ്ട്, ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കമ്പനിയിലുള്ളവരല്ല, നമുക്ക് ലോഡ് തന്ന പൂക്കളുടെ ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു, ഇന്നമാതിരി ഇവിടെ ആളില്ല, അതുകൊണ്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒരു കോൺടാക്റ്റൊക്കെ ചെയ്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആളൊന്ന് തുറന്നത്. നമുക്ക് പിന്നെ ഇന്ന് വലിയ തിരക്കില്ല, കാരണം വണ്ടി ഒരു 1.5 മണിക്കൂർ കൊണ്ട് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒതുക്കാനുള്ള. ഇപ്പോൾ സമയം വന്നിട്ട് ഉച്ചയ്ക്ക് 2:30. ഒരു 3:30 ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നാളെ കാലത്തെ വണ്ടി എടുക്കുള്ളൂ. വീണ്ടും പണിയാനുള്ള ഇതിൽ കാണിക്കും. അതിൽ പോയി നോക്കാം. അതിൻ്റെ പേരിൽ നമുക്ക് വലിയ തിരക്കില്ലാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ മാരെ കൂടെ കിടത്തിവിടാം. ഇതാണ് ജർമ്മനിയുടെ ഗ്രാമങ്ങൾ. ഇവിടെ സ്പീഡ് ലിമിറ്റ്. തിരക്കില്ലാത്ത ടൈമിലാണെന്ന് തോന്നുന്നു.
ആ നമ്മളവിടെ ചെന്ന് അതിന് ശേഷം അവർ വന്ന് അപ്പോൾ ഇറക്കി. ഞാനപ്പോൾ നാളെ ഇറക്കാനുള്ള ലോഡ് ഏറ്റവും പുറകിലായിട്ട് കയറ്റിയില്ല. സംഭവങ്ങളൊക്കെ വലിച്ചു ഒരു കയറ്റി പോന്നു പറഞ്ഞു. വന്നിട്ട് എല്ലാ വണ്ടികൾക്കും സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 ലോട്ടാണ്. എങ്കിലും റഡാറുകൾ ഉണ്ടെങ്കിൽ വീണ്ടും ചവിട്ടേണ്ടിരുന്നു മാത്രം. Sal de la rotonda por la segunda salida. ഞാൻ വിചാരിച്ചു വല്ല പോലീസുകാരെങ്ങനെയാണ് അവിടെ നിൽക്കണേ. നമുക്കിനി ഇവിടുന്ന് കുറച്ച് ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. Dentro de 600 metros, en la rotonda, toma la segunda salida y continúa por Hohenzollernstraße. പേരുകളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. Sal de la rotonda por la segunda salida por Hohenzollernstraße. സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50. Gira a la derecha en Hohenzollernstraße. വണ്ടികളുടെ സൈഡൊക്കെ ഒതുങ്ങിയിരിക്കണ്ടല്ലോ. En 3 kilómetros y medio, Monday to gira a la Saturday, izquierda en 8 de la Schwarzstraße. പിന്നെ വലിയ കാര്യമായിട്ടുള്ള സ്പീഡ് ലിമിറ്റ് നോക്കിക്കോളും നിർബന്ധമില്ല. പക്ഷേ റഡാറുണ്ടെങ്കിൽ നോക്കണ്ടേ. ഇന്ന് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50. അപ്പം നമ്മുടെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് വണ്ടി പുറത്തിട്ടു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ എടുത്തു. കാലത്തെ മുതൽ എടുത്തിട്ട് ഇറക്കാനുള്ള എൻ്റെ പേര് അതിൻ്റെ ഇതിലായി. നമ്മളപ്പോൾ വീണ്ടും ആ ഗ്രാമം കവർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം. കാറ്റ് നല്ല രീതിയിൽ വീശുന്നുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല.
ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 70. ഇവിടെ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈവേയിലേക്കാണെങ്കിൽ കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മുന്നിൽ. ജോലി ഇതുണ്ടെങ്കിൽ ട്രാഫിക്കിന്റെ ബ്ലോക്കാണ് പ്രശ്നം അവിടുത്തെ. ഗ്രാമങ്ങളിൽ കൂടെ പോയി കയറി കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാം. En 1,5 kilómetros, gira a la izquierda en Stockerstraße, después gira a la derecha por la segunda calle. ട്രെയിലറുകൾ പോകുന്ന റൂട്ടല്ല. നമ്മളാ ഈ സാധനം നമ്മളെ പറ്റിച്ചതാണെന്ന് സംശയം. നമ്മൾ ഇന്ന് കാലത്ത് വന്ന റൂട്ട് അത്യാവശ്യം അപകടമൊക്കെ ഉണ്ടായിരുന്നു. Dentro de 600 metros, gira a la izquierda hacia Stockerstraße, después gira a la derecha por la segunda calle. ഇവിടെ എന്തോ ഒരു കമ്പനി ഉണ്ട്. Gira a la izquierda hacia Stockerstraße. Dentro de 300 metros, gira a la derecha hacia Bodensestraße. Bodensestraße. Gira a la derecha en Bodensestraße. Gira a la derecha hacia Bodensestraße. Continúa 17 Sigue por kilómetros. Bodensestraße. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് സംഭവം. നമുക്കൊക്കെ ഇതെന്തായാലും ഇത് ഓഫ് ചെയ്ത് വെക്കാൻ. കുത്തിയുള്ള കാര്യം ഞാൻ കണ്ടിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, 50 താഴ്ത്തായിരുന്നു. ഞാൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാലം അതിൽ പോകുന്നുള്ളത് വേറൊരു സംശയമാണ്. സാധാരണ ഗ്രാമത്തിൻ്റെ അകത്താണ് ജർമ്മനിയിൽ ഇതുപോലത്തെ സംഭവങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ടാവും അവർ. ഇനി ഒരു 75 കിലോമീറ്റർ ഓസ്ട്രിയൻ ബോർഡറിലേക്ക്. ജർമ്മനിയിലെ ഒരു ഗ്രാമമാണ്. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട്
ഇതിൻ്റെ അപ്പുറത്തായിരുന്നേ ഇതവിടെ ഒരു പുഴ കാണാൻ പറ്റും. ആ പുഴയുടെ അപ്പുറത്ത് സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ നമ്മളപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു 42 കിലോമീറ്റർ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്ട്രിയയുടെ ബോർഡറിലെത്തും. നമ്മൾ ജർമ്മനി കൂടെ പോകാൻ കാരണം സ്വിറ്റ്സർലൻഡിൽ കൂടെ കയറി പോകാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര റേറ്റാണ് അതിലെ കയറാനായിട്ട്. അപ്പോൾ ഇതാണ് ആ ബോർഡർ, ഇതാണ് ആ പുഴ. ജർമ്മനിനെയും ഓസ്ട്രിയനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം അതാണ്. പാലല്ല, പുഴ. ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് ഇതിൻ്റെ ലൈൻ കാണാം. ഇതിൻ്റെ പകുതി വെച്ചിട്ട് അപ്പുറത്തേക്ക് സ്വിറ്റ്സർലൻഡും ഇപ്പുറത്തേക്ക് ജർമ്മനിയും. ഇതൊക്കെ കാരവൻസിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറിയൊരു ഗ്രാമം അങ്ങോട്ട് കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്കിനിയൊരു 41 കിലോമീറ്റർ 36 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ കയറും. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇതിൻ്റെ ബോർഡറിലേക്ക്. മിക്കവാറും ഒരു പക്ഷേ നമ്മളിന്ന് ബോർഡറിൽ ചെല്ലും, അല്ലെങ്കിൽ അതിന് മുമ്പ് നല്ല സ്പേസ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒതുക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ബോർഡറിൽ കിടക്കുന്ന പരിപാടിയോട് പൊതുവെ എനിക്ക് താല്പര്യം വളരെ കുറവാണ്. നല്ല ഒതുങ്ങിയ വല്ല പാർക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒതുക്കാന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് മൊത്തം ഗ്രാമങ്ങളാണ്, ഇതിൻ്റെ ബോർഡറിലായിട്ട് പുഴയുടെ സൈഡിലായിട്ട്. സിറ്റി സെൻറ്ററിൽ നിന്നൊക്കെ ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ അവിടേക്ക്. ഹൈവേയിലേക്ക് തന്നെ ഇവിടുന്ന് 40 കിലോമീറ്റർ എടുത്തിട്ട്. കാറുകളുടെ ഷോറൂമും ഇവിടെ നിന്നും ചവിട്ടാനായിട്ട് സാധിക്കില്ല. ചവിട്ടാൻ
നല്ല പോർഷ് വണ്ടികൾ കുറേ എണ്ണുണ്ട് ഇവിടെ. ഇതിന് മുമ്പിലുള്ള ഒരുത്തൻ വന്നിട്ട് പുള്ളി എന്ത് കാര്യമെന്നറിയില്ല, 100 കൊണ്ട് അതിന് ശേഷം 90 കൊണ്ട് അതിന് ശേഷം ഒരൊറ്റ ചവിട്ട് ചവിട്ട്, ഒരു 1.5 ചവിട്ട്. അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, നേരെ തന്നെ പോകണം. 7.5 ടണ്ണ് വലത്തോട്ട് തിരിയാൻ പാടില്ല. Octavia, Skoda. ഇവിടെ നിന്നൊരു 35 കിലോമീറ്റർ. 35 കിലോമീറ്റർ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് 15 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ നിർത്താൻ പോകുന്നിടത്തുനിന്ന് 15 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ ഇതിൻ്റെ അകത്തേക്ക്. അതാണിപ്പോൾ ജർമ്മനിയുടെ സ്വിറ്റ്സർലൻഡിലെ ബോർഡർ. ഇത് കഴിയുമ്പോൾ തൊട്ടടുത്തടുത്തായിട്ടാണ് സംഭവങ്ങളെല്ലാം. മനസ്സിൽ B31 B31 നമ്മളിപ്പോൾ പോണ റൂട്ട്. അപ്പോൾ കൂട്ടുകാരെ ഇനി ഇതുപോലത്തെ സ്ഥലത്തൂടെയുള്ള യാത്ര. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം, സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.